ഇപ്പോൾ വെങ്കിയുടെ കൂടെ തന്നെ തുടങ്ങുന്ന കുറേ ആക്ടേഴ്സ് EMI ആക്ടേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം പല പല EMIകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പല പല സിനിമകൾ ചെയ്യുക, പല പല കൊളാബറേഷൻസിൻ്റെ ഭാഗമായി പോവുക. അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു സന്തോഷമില്ലായ്മയുണ്ട്. കാരണം നമ്മൾ എന്തിനാണോ വന്ന് തുടങ്ങിയത് അത് മാറിയിട്ട് പിന്നെ കംപ്ലീറ്റ്ലി EMIകൾ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് EMI ആക്ടർ ആവണ്ടെന്ന് തീരുമാനിച്ചത് ഘട്ടത്തിലാ. EMI ആക്ടർ ആവണ്ട എന്ന് തീരുമാനിച്ചതെന്ന് വെച്ചാൽ ബ്രോ, എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല. ആ ക്രെഡിറ്റ് കാർഡ് എനിക്ക് എന്ന് വെച്ചാൽ പേടിയാണ്. എനിക്ക് വല്ലതൊക്കെ വാങ്ങിച്ചു കൂട്ടും, അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ സമ്പാദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ EMI ആക്ടർ ആവാത്തത്. ഞാനൊരു സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് 8 വർഷം ഞാനൊരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, മോട്ടോ G3. അത് പൊളിഞ്ഞിട്ട് റബ്ബർ ഇട്ട്. കാരണം എനിക്കിപ്പോൾ ഫോൺ വേണ്ട. കാരണം എനിക്ക് ഈ പടം ഹിറ്റായ ഞാൻ ഫോൺ വാങ്ങിക്കും. അതാണ്. അല്ലാതെ എൻ്റെ കയ്യിൽ ഇല്ലാതെ ഞാൻ ഒരു സാധനവും ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. എനിക്ക് വീട്ടിൽ അങ്ങനെ ഒരു ചിലവുമില്ല. ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്നാണ്, എന്നെ നോക്കുന്നത് വീട്ടുകാരാ. എനിക്ക് ഒരു ചിലവില്ല. കൂട്ടുകാരന്മാരാണെങ്കിൽ അവന്മാരെ വണ്ടിയിൽ കൂടെ പോകും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് വല്ലതും വണ്ടിയിൽ പെട്രോൾ അടിക്കും. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ബാഗേജ് ഇല്ലായിരുന്നു. എനിക്ക് ദൈവം സഹായിച്ച സിനിമ വരുന്നുണ്ടായിരുന്നല്ല എനിക്ക്. പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള പരിപാടി പടം ഹിറ്റാണോ? അല്ല. പക്ഷെ ഞാൻ അത് ഇഷ്ടപ്പെട്ടെടുത്തതാ. അതിന്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് കുറ്റബോധം വരില്ലല്ലോ. എനിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാതെ പൈസയ്ക്ക് വേണ്ടി ചെയ്തിട്ട് എനിക്കത് പണിയായല്ലോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ഇഷ്ടപ്പെട്ടാ ചെയ്തത്, പടം വർക്കായില്ല, ഓക്കെ, ലെറ്റ്സ് ഇറ്റ് ബി. പക്ഷെ ഞാൻ ലെറ്റ് ഇറ്റ് ബി, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്തതെന്നുള്ള ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാലും ഞാൻ ചോദിച്ചോട്ടെ. റിബലിൽ എന്താണ് വെങ്കി ഇഷ്ടപ്പെട്ട് കണ്ട ഒരു ഫാക്ടർ? റിബലില് എനിക്ക് തമിഴിലൊരു ലോഞ്ച്, അതിന്റെ ഒരു അവസ്ഥ അറിയാലോ, ആഫ്റ്റർ റിലീസ് അവസ്ഥ അറിയാലോ. അതെ, തമിഴിലൊരു ലോഞ്ച്. ഓക്കെ, സ്റ്റുഡിയോ ഗ്രീൻ പ്രൊഡക്ഷൻ. ഓക്കെ, കഥാപരമായിട്ട് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓവറോൾ ഇതിന്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇത് ഔട്ട് എങ്ങനെ വരും, ഇത് കണ്ടപ്പോ എനിക്ക് മെക്സിക്കൻ അപാരതയാണ് എനിക്ക് ഫസ്റ്റ് എന്റെ മൈൻഡിൽ വന്നത്. എനിക്കും കണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത്, എടാ മെക്സിക്കൻ അപാരതയുണ്ട്, പക്ഷെ എന്റെ ക്യാരക്ടർ എനിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ പറ്റിയാൽ എനിക്ക് തമിഴിൽ വേറെ ആരും ലോഞ്ച് തരൂലടാ. മനസ്സിലായ? അപ്പം എനിക്ക് ആ ക്യാരക്ടർ ഇവനെ ഞാൻ വേറൊരു രീതിയിൽ ചെയ്ത് നോക്കാം. അതെനിക്കൊരു ചാലഞ്ച് ആയിരുന്നു. കാരണം ഇത്രയും ഒരു വില്ലൻ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് അടി വില്ലൻ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഇത് ചെയ്തു നോക്കാം. എന്നെ വെട്രിമാറൻ സാറ് വിളിച്ച് ഞാൻ പുള്ളിയേതാ ഇതുപോലെ ഇരുന്ന് കണ്ട് റിബലിന്റെ ട്രെയിലറും റിബൽ കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയായിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായ? അപ്പം എനിക്കത് ഗുണമാണ് ഉണ്ടായത്. ഈ റിബൽ ഞാൻ ചെയ്തില്ലായിരുന്നു കിങ്ഡത്തിൽ ഞാൻ വരൂല. ഞാൻ വെളിപാടിന്റെ പുസ്തകം ചെയ്ത് അതിൽ നിന്നാണ് ഞാൻ നായികനിൽ വരുന്നത്. നായികൻ സ്റ്റാൻഡപ്പ് കിട്ടുന്നു. നായികനിലെ മൈമ് പഠിപ്പിച്ചെന്ന ആളാണ് സ്റ്റാൻഡപ്പിന്റെ ചീഫ് അസോസിയേറ്റ് കാസ്റ്റിംഗ് ഡയറക്ടറും. അങ്ങനെയാണ് സ്റ്റാൻഡപ്പിൽ ഞാൻ വരുന്നത്. ആ സ്റ്റാൻഡപ്പിന്റെ ഓഡീഷൻ വഴിയാണ് ഞാൻ സ്റ്റാൻഡപ്പിന്റെ പ്രീ റിലീസ് ഇവന്റ് ഓഡിയോ ലോഞ്ച് വഴിയാണ് ഞാൻ പ്രീസ്റ്റിൽ വരുന്നത്. ഈ പ്രീസ്റ്റ് കഴിഞ്ഞ് ഞാൻ കൊക്കോയിൽ വരുന്നു. കൊക്കോ കഴിഞ്ഞ് ഞാൻ ഈ സ്റ്റാൻഡപ്പിന്റെ സെയിം ഓഡിയോ ലോഞ്ച് കാരണമാണ് വേദയിൽ വരുന്നത്. വേദയുടെ ട്രെയിലർ കണ്ടാണ് ഞാൻ റിബലിൽ വരുന്നത്. റിബലിന്റെ ട്രെയിലർ കണ്ടാണ് ഞാൻ കിങ്ഡം വരുന്നത്. ഇതിൽ വെളിപാടിന്റെ പുസ്തകം ഞാൻ മിസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എന്റെ ജേണി വേറെ ഏതെങ്കിലും ആയിപ്പോയാണ്. ബട്ടർഫ്ലൈ എഫക്ട് ലിറ്ററലി അതാണ് എൻ്റെ ഇതിലുണ്ടായത്. എനിക്കിതാണ് തമിഴിലൊരു ലോഞ്ച്, അതിനുശേഷം എനിക്ക് പടങ്ങൾ വന്നു, എനിക്ക് പരിപാടി വന്നു, കിങ്ഡം വന്നു. എനിക്ക് കിങ്ഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഗൗതം തിന്നൻ ഒരു പടം, ജേഴ്സി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം, വിജയ് ദേവർകൊണ്ട പടം, കിടിലൻ പ്രൊഡക്ഷൻ, കിടിലൻ ടീം. എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പരിപാടി ഇന്ന. അപ്പം ഇതാണ് എന്നെ ഈ എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു പടം പരാജയമോ അല്ലെങ്കിൽ വെൽ റിസീവ്ഡ് അല്ലാന്ന് തോന്നുന്ന പടം ചിലപ്പോൾ പക്ഷെ ഒരു ആക്ടർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. പിന്നെ ഉറപ്പായിട്ടും. കാരണം ഇപ്പം നമ്മള് ഓക്കെ, ഇത് എനിക്ക് എന്തെങ്കിലും ഒരെണ്ണം തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇറങ്ങുന്നത്. നമ്മുടെ പെർഫോമൻസ് മോശമായ അത് നമ്മുടെ ഫോൾട്ടാ. ഓക്കെ, പക്ഷെ നമ്മുടെ പെർഫോമൻസ് അറ്റ്ലീസ്റ്റ് ഓക്കേഷ് ആയിട്ട് വന്നാൽ അത് നമുക്ക് എവിടെയെങ്കിലും ഗുണം ചെയ്യും ബ്രോ. അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാൻഡപ്പിൽ ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ ഒരു ഇമ്മച്യൂരിറ്റി, ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ ഒരു ഫിയർ, അതെനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചും കൂടെ എനിക്കിവിടെ ലൈവായിട്ട് കുറച്ചും കൂടെ നല്ല നല്ല ടീമുകളുടെ കൂടെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ പേടി, അത് എൻ്റെ കൂട്ടുകാരന്മാരായിട്ട് ഞാൻ പറഞ്ഞു, അളിയ പേടിക്കേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ കടിച്ചു വിടും. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പൈസയ്ക്കാണ് നമ്മൾ ഡ്രസ്സ് ഇടുന്നത്, നമ്മളെ പൈസയ്ക്കാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ആരെയാണ് നമ്മൾ പേടിക്കേണ്ടത്? നമ്മൾ ആരെയും നമ്മൾ കള്ളം ചെയ്യുന്നില്ല. നമ്മൾ പേടിച്ച തീർന്ന പോലെ. ഈ മുരുകേശന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒരു വോയിസ് ഓവറിൽ പറയുന്നത് അയാളൊരു ബോർഡർ ലൈൻ സൈക്കോപാത്ത് ആണെന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു തോന്നൽ, ഫസ്റ്റ് തോട്ടം എന്ന് വെച്ചാൽ
അതിന് കുറേ മുമ്പ് ഈ പല ഭാഷയിൽ നിന്ന് പല ആക്ടേഴ്സ് വരുന്ന പാൻ ഇന്ത്യൻ സിനിമകളിലൊക്കെ തന്നെയും ഇങ്ങനെ ഒരു സൈക്കോപാത്ത് കഥാപാത്രം ഉണ്ടാവും. അത് ഇങ്ങനെ തക്കാളി ലോറി മറിഞ്ഞതുപോലെ തന്നെ കുറേ സൈക്കോപാത്തുകൾ വന്നിട്ട് സൈക്കോപാത്തുകൾ പറഞ്ഞ് ഇങ്ങനെയായിരിക്കും. ഇത് എന്റെ അറിവിൽ ഇത് തുടങ്ങുന്നത് നമ്മുടെ സ്പൈഡറില് തുടങ്ങിയ തൊട്ട് വേണം. അവർക്കെല്ലാം ഏകദേശം ഒരേ ആക്ഷൻസും ഒരേ ഇമോഷനും ഇത് കണ്ട് 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 ഒരു ഏറെക്കുറെ മടുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും അപ്പോഴാണ് കാണുന്നത്. പക്ഷെ ഇയാളുടെ സൈക്കോ തരം ഇരിക്കുന്നത് തോട്ട് പ്രോസസ് സൂത്രങ്ങളുണ്ട്. അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിന്റെ പേരിൽ വേറെ ഭയങ്കര വലിയൊരു ലാർജ് പ്ലാൻ ഉണ്ടാവുക. അങ്ങനത്തെ കൈൻഡ് ഓഫ് ജോക്കറിനൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ചില പ്ലാനുകൾ. അയാൾ ചെറിയൊരു പെൻസിലാണ് ഒളിപ്പിക്കാൻ വേണ്ടി ട്രിക്ക് കാണിക്കുകയാണെങ്കിലും അത് കാണിക്കുന്ന അയാളുടെ ഒരു വയലൻസ് ആണല്ലോ. അതുപോലെ ഈ മുരുകേശന് ഇപ്പൊ കുറച്ചാൾക്കാർ ഇൻവൈറ്റ് ചെയ്തേക്കാം. ആ ഇൻവിറ്റേഷന്റെ പിന്നിൽ ഭയങ്കര വലിയൊരു പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കോ തരം. ഈ സൈക്കോ ആണ് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോ വെങ്കിക്ക് എന്താ തോന്നിയത്? എന്റെ അടുത്ത് അങ്ങനെ സൈക്കോ എന്ന് പറഞ്ഞിട്ടില്ല. ഈ ബോർഡർ ലൈൻ സൈക്കോപാത്ത് ഞാൻ അറിയണത് സിനിമ കാണുമ്പോഴാ. അതിലെയോ എന്നെ പറ്റി ബോർഡർ ലൈൻ സൈക്കോപാത്ത, എന്താണ് ഈ ബോർഡർ ലൈൻ സൈക്കോപാത്തിന്റെ മീനിങ് എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഈ പടം ചെയ്തപ്പം ഇവൻ, ഞാൻ പറഞ്ഞില്ലേ സാർ എന്റെ അടുത്ത് പറഞ്ഞത് നീ ഹീറോ ആണ്, യു ആർ ദ ഹീറോ, നീ അത്രയും ജെനുവിനാണ് നിന്റെ കാര്യത്തിൽ എല്ലാത്തിലും. ഇവരാണ് നിന്നെ ചീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, നീ സസ്പീഷ്യസ് ആണ്. അപ്പം നീ നിന്റെ ഡീലിംഗ് ഹീറോ തരമായിരിക്കണം, നിന്റെ പരിപാടി ഹീറോ തരമായിരിക്കണം. റിബൽ ചെയ്യുമ്പം എന്താന്ന് വെച്ചാൽ റിബലിൽ പല സംഭവങ്ങളിൽ ഞാൻ ചുമ്മാ അനാവശ്യമായിട്ട് ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ മണ്ടനായ ഒരു വില്ലനാണ് ബേസിക്കലി. അതായത് എടുത്തുചാട്ടക്കാരനാണ്. അത് ചെയ്യുന്ന ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ മുരുകൻ ഇതിന്റെ ഭവിഷ്യത്ത് അറിയാം. മുരുകന് വ്യക്തമായിട്ട് അറിയാം. ഒരുത്തനെ കൊന്നപ്പോ പോലും ഇവൻ പറയുന്നുണ്ട് അച്ഛൻ എന്നെ ഇന്ന് പണിയും, ഇവൻ എന്ത് ചെയ്താൽ എന്ത് വർക്കൗട്ട് ആവും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ആ ഡയറക്ടർ സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധിമാനാണ് ഇവന്റെ മൈൻഡിൽ എന്താ പരിപാടി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. അതാണ് ഇത്രയും പേരെ ഇവൻ കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പരിപാടി ഇവൻ അപ്രോച്ച് ചെയ്യുന്നത്. ഈ പരിപാടി ഇവിടെ നടത്തണമെന്നുള്ള ഇവന്റെ പണ്ടത്തിട്ടുള്ള ഒരു പ്ലാനാണ്. ആ മറ്റേവനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവന്റെ മുമ്പത്തെ പ്ലാനാണ്. കാരണം അവന്റെ അടുത്താണ് അച്ഛൻ എക്സ്ട്രാ കെയർ കൊടുക്കുന്നത്. അപ്പൊ അത് അവന് ഇഷ്ടമില്ല, പൊസസീവ് ആവാൻ. അപ്പൊ അവിടെ ഇവനാണ് വരേണ്ടത്, ഇവനാണ് ആ പരിപാടി ചെയ്യേണ്ടത്. അത്രയും ആഗ്രഹത്തോടെ ഇവൻ സൂപ്പറായിട്ട് ചെയ്യും. ഇവൻ അത് കൊടുത്താലും സൂപ്പറായിട്ട് ഇവൻ ചെയ്യും. എല്ലാം നോക്കി അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവൻ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ്. അല്ലാതെ എനിക്കൊരു സൈക്കോപാത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോയാണ് ഇവ ഇങ്ങനെ ചിരിക്കണം എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ച് ചിരിച്ചിട്ടുമില്ല. അത് അവസാനം ആ കോടാലി കൊണ്ട് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ ഇല്ല. അതായത് നീയൊക്കെ എന്നെ പറ്റിച്ചിട്ട് നീ എവിടെ പോണ്, ഞാൻ ഹീറോയാണ്, നീ ഒന്നും പോണ്ടടാ എന്നുള്ള രീതിയാണ് എൻ്റെ മൈൻഡ് മൊത്തം ഞാൻ നിന്നത്. ഈ കോടാലി കൊണ്ടുള്ള ഇരിപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് ഈ യങ് ആയിട്ടുള്ള ബഡിങ് ആയിട്ടുള്ള ആക്ടേഴ്സിന് മീൻസ് അങ്ങനെ ഇപ്പൊ ബ്ലഡ് ബാത്തില് ഒരു സോഡൊക്കെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മൊമെന്റ് ആളുകൾക്ക്. കാരണം നമ്മളങ്ങനത്തെ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, വിക്രമരുടെ കാണുന്നു, നമ്മള് ബാഹുബലി കാണുന്നു, നമ്മളതൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഇരിപ്പുകളുണ്ടല്ലോ ഈ വെപ്പൺസ് പിടിച്ചിട്ട്. ഭയങ്കര ഒരു അഡ്രനാളിൻ റഷ് കിട്ടിയിരുന്നു സ്വയം അത് ചെയ്യുന്ന സമയത്ത്? ഇല്ല, എന്റെ അഡ്രനാളിൻ റഷ് എനിക്ക് ആ മിറർ സീക്വൻസ് ആയിരുന്നു. ഓക്കെ, ഇത് ചെയ്യുമ്പോ എനിക്ക് അറിഞ്ഞൂടാ ഏതാണ് ആംഗിള്, എത്ര വരും, ഞാൻ കണ്ടിട്ടില്ല ക്യാമറയില്, മോണിറ്ററിൽ ഞാൻ നോക്കിയിട്ടില്ല. കാരണം ബ്ലഡിൽ ഇരിക്കില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല ബ്രോ, കാല് മൊത്തം ബ്ലഡാ, വഴുക്കുന്നു ഞാൻ. അപ്പം ഈ സീന് വന്നു, ഞാൻ വച്ചു, ഞാൻ ഇങ്ങനെ നാക്ക് വെച്ചിട്ടൊരു പരിപാടി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു. ഇത്ര എനിക്ക് അറിയാളൂ. ഡബ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത്. പടം ഷൂട്ട് ചെയ്തപ്പം ADs എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഡയറക്ടർ പടം കണ്ടിട്ട് സാറ് പറഞ്ഞു സാറിന് ഓരോ സിനിമയിലും ഓരോ ഫേവറേറ്റ് ഷോട്ട് ഉണ്ടാവും, പക്ഷേ ഈ സിനിമയിൽ മുരുകൻ്റെ ആ ഇരുത്തമാണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ സാർ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, സാറൊരു ഇൻട്രോവേർട്ടാ. സാർ എൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങളോ ആരെ പറ്റിയോ സാർ ഒന്നും പറയില്ല. ADsന്റെ ഇടയിലുണ്ടായ ഡിസ്കഷനാണ്. അപ്പം ഞാനിത് ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടപ്പോൾ എടാ ഇത്രയും ക്ലോസ് ആയിരുന്നാടാ, നമുക്ക് ഈ ഏത് ലെൻസ് ആ ആംഗിൾ എന്ന് അറിഞ്ഞൂടാ ബ്രോ. അപ്പോൾ ഇത്രയും ക്ലോസ് ആയിരുന്നു, സൂപ്പറാ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു തിയേറ്ററിൽ. അപ്പോൾ എൻ്റെ പേടി ഇത് വല്ലതും കട്ടായി പോവോ സെൻസർ കാരണം. കാരണം സെൻസർ കാരണം ഞാൻ കുറച്ച് പരിപാടിയും കൂടെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, കോടാലി കൊണ്ട്, അതെല്ലാം കട്ടായി പോയി. പക്ഷെ ഇനി വീണ്ടും സെൻസർ കാരണം ഇത് കട്ടാവോ, ഇത്രയും ഒരു സാധനം പേടിയുണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിൽ വന്നപ്പോൾ ഹാപ്പി. കയ്യടി എനിക്ക് ഇവിടെയും കിട്ടിയടാ. കേരളത്തിൽ എനിക്ക് അമ്മ കണ്ടപ്പോൾ എനിക്ക് കയ്യടി കിട്ടി, തെലുങ്കിലും എൻ്റെ ഇൻട്രൊഡക്ഷനും കിട്ടി. ഈ ഇരുത്തത്തിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും കൈയടിച്ചു. കാരണം അത്രയും ക്ലോസപ്പ് ആണല്ലോ, 70mm സ്ക്രീനിൽ ഞാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേടാ. ഇതേ സീക്വൻസ് ആണ് എൻ്റെ ട്രെയിലറിൽ ഇടുന്നത്. അപ്പം എനിക്ക് അത് കണ്ടതായിരുന്നു എൻ്റെ ഹൈ. ചെയ്തപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല ഇങ്ങനെയാണ് വരണത് അങ്ങനെയാണ് വരണതെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഇതേപോലെ നമ്മളിങ്ങനെ ബ്രീത്ത് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോഴേ കുനിഞ്ഞിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തലകുത്തനെ നിന്ന് ബ്രീത്ത് പിടിച്ച്, അപ്പൊ കണ്ണ് ചുവക്കും. കണ്ണ് അങ്ങനെയാണ് നമുക്ക് ചുവക്കുന്നത്. ഓക്കെ, നമ്മൾ ഗ്ലിസറിൻ ഇട്ടാ ബ്ലിങ്ക് ചെയ്യേണ്ടി വരും.
ആ ഷോട്ട് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട്, ഞാൻ ബ്ലിങ്കേ ചെയ്തിട്ടില്ല കണ്ണ്. അപ്പം ഇതേപോലെ തലവത്തിന് നിന്നിട്ട് നമ്മൾ ഇറങ്ങി ഷോട്ടിന്റെ സമയമാകുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ കുനിഞ്ഞ് ബ്രീത്ത് ഇങ്ങനെ പിടിച്ചു വയ്ക്കും, എന്നിട്ട് ഇങ്ങനെ വിടുമ്പോൾ നമ്മളെ കണ്ണ് ചോക്കും. ഇതൊരു ട്രിക്കാ. അവിടത്തെ ഒരാൾ ചെയ്യുന്നത് കണ്ട് അവിടെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഇത് എന്താ പരിപാടി എന്ന് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി അറിഞ്ഞതാ. അടിപൊളി. അതെ അതെ. നമ്മുടെ ഈ സ്റ്റാറിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ഒരു യാത്ര ലൈറ്റ് ഇയർ എന്നാണ് പറയുക. വെങ്കിയുടെ ലൈറ്റ് ഇയർ ആയി മാറട്ടെ കിങ്ഡം എന്നുള്ള സിനിമ. ആൻഡ് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാറും ആവട്ടെ. താങ്ക് യുടാ. നേരത്തെ ഒരുപാട് താങ്ക് യു.